ഭഗവതേ വാസുദേവായ. പ്രണവം അസ്ട്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ നക്ഷത്ര സംബന്ധമായിട്ടോ ജാതക സംബന്ധമായിട്ടോ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ എന്നെ വിളിച്ചോളൂ. ഞാനിവിടെ പറയുന്നത് തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായിട്ടുള്ള സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും കൂടാതെ 2026 പുതുവർഷത്തിലാണെങ്കിൽ തൃക്കേട്ട നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചുമാണ് ഞാനിവിടെ പറയുന്നത്. തൃക്കേട്ട നക്ഷത്രക്കാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം ശുദ്ധഗതിക്കാരായിട്ടുള്ള അഭിമാനശീലരായിട്ടുള്ള ഈ തൃക്കേട്ട നക്ഷത്രക്കാർ എല്ലാവർക്കും നന്മ വരണമെന്ന് ചിന്തിക്കുന്നവരും ആഗ്രഹിക്കുന്നവരുമാണ്. എന്നാലോ വളരെ വൃത്തിയും ഭംഗിയും ഇവരുടെ മനസ്സിൽ സൂക്ഷിക്കുന്നവരായതുകൊണ്ട് തൻ്റെ ജീവിതത്തിലും ഭംഗിക്കും വൃത്തിക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നവരാണ്. കൂടാതെ വ്യക്തിബന്ധങ്ങളിലും സ്നേഹബന്ധങ്ങളിലും എല്ലാം തികഞ്ഞ ആത്മാർത്ഥത കാണിക്കുന്നവരായതുകൊണ്ട് തൻ്റെ കൂടെ നിൽക്കുന്നവരെ അകമഴിഞ്ഞ് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ്. എന്നാൽ ഏതൊരു വിഷയമായാലും കുറേ സമയം ഇവരുടെ മനസ്സിൽ സൂക്ഷിക്കുവാൻ ഇവർക്ക് കഴിയാറില്ല. അതുകൊണ്ട് തങ്ങൾ വിശ്വസിക്കുന്നവരോട് എല്ലാം തുറന്നു പറയുന്നവരാണ് ഈ നക്ഷത്രക്കാർ. എന്നാലോ അവരുടേതായിട്ടുള്ള എന്താവശ്യങ്ങൾക്കും അവരുടെ കൂടെ നിന്നുകൊണ്ട് സഹായിക്കുകയും അവർക്ക് വേണ്ട രീതിയിലുള്ളതായ പരിഹാരങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുമെങ്കിലും തൻ്റേതായിട്ടുള്ള ചില കാര്യങ്ങളിൽ സ്വയമായിട്ട് വിഷമിക്കുന്നവരും കൂടിയാണ് ഈ തൃക്കേട്ട നക്ഷത്രക്കാർ. എന്നാൽ ആത്മവിശ്വാസവും ചിന്താശേഷിയും ധാരാളമായിട്ടുണ്ടെങ്കിലും മനോബലം കുറഞ്ഞവരായതുകൊണ്ട് ചില സമയങ്ങളിൽ ഒരു ചെറിയ നിസാരമായിട്ടുള്ള കാര്യം മതി ഇവരുടെ മനസ്സിന് സമാധാനം കുറയുവാനായിട്ട്. അതുകൊണ്ട് ചില സമയങ്ങളിൽ ഈ ഒരു വിഷമതകളെ വലുതാക്കി ചിന്തിച്ച് സ്വയം വിഷമിക്കുന്നവരായിട്ടും കാണാറുണ്ട്. പൊതുവേ ഈ 2026 പുതുവർഷത്തിലെ തൃക്കേട്ട നക്ഷത്രക്കാരിൽ പ്രത്യേകിച്ച് ജൂൺ മാസം 2-ാം തീയതി വരെ ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ട് വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ്. സുഖസ്ഥാനത്താണെങ്കിൽ രാഹുവിൻ്റേതായ സാന്നിധ്യം നിലനിൽക്കുന്നുണ്ട്. കൂടാതെ ജൂൺ മാസം 2-ാം തീയതി വരെ അഷ്ടമഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ സ്വാധീന ശക്തി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് വർഷത്തിൻ്റെ ആരംഭത്തിൽ ഒരു 5 മാസം വരെ കഷ്ടനഷ്ടങ്ങൾ വരാതെ നോക്കണം ഈ തൃക്കേട്ട നക്ഷത്രക്കാർ. ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ ചില സമയങ്ങളിൽ ഉണ്ടാകുന്നതായ മാനസികമായ സമ്മർദ്ദങ്ങളെയും ചിന്തകളെയും ഒഴിവാക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ആരോഗ്യ പരിപാലനത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും കൂടുതലും ശ്രദ്ധിക്കണം. കുടുംബ ബന്ധങ്ങളിലും വ്യക്തിബന്ധങ്ങളിലും കർമ്മസംബന്ധമായിട്ടും കൂടുതലായിട്ടുള്ള ജാഗ്രതയും ശ്രദ്ധയും വേണ്ടുന്നതായിട്ടൊരു സമയമാണ് ഈ ഒരു 5 മാസക്കാലം. അനാവശ്യമായിട്ട് വരുന്നതായ പാഴ്ചിലവുകളെ നിയന്ത്രിച്ച് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതലും ശ്രദ്ധയോടെ കരുതലോടെ മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. കഴിവതും ഈ ഒരു സമയങ്ങളിൽ സാഹസകർമ്മങ്ങൾ ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ്. എന്നാലോ ഈ ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷമുള്ള സമയത്ത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്നത് കൊണ്ടും 5-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനീശ്വരൻ്റെ സ്വാധീന ശക്തി മൂലവും ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ തൻ്റെ മനസ്സിൽ നിലനിന്നിരുന്നതായ ആഗ്രഹങ്ങളെല്ലാം തന്നെ സഫലമാക്കുന്നതിനും ദൈനംദിന ജീവിതത്തിൽ എല്ലാ മേഖലകളിലും തന്നെ ഭാഗ്യപരമായിട്ടുള്ള ശ്രേയസ്സിനും മനസ്സന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട്. ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷം ആരോഗ്യപരമായിട്ട് ശ്രേയസ്സും കുടുംബപരമായിട്ട് അഭിവൃദ്ധിയും ഭൗതികമായിട്ടുള്ള ഉണർവും ആത്മീയമായിട്ടുള്ള ചിന്തകളും വർദ്ധിക്കുന്നതായിട്ടൊരു സമയമാണ്.
തൊഴിൽ മേഖലകളിലാണെങ്കിൽ പുതിയ പുതിയ അവസരങ്ങൾ തേടിയെത്തുകയും നിലവിൽ ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ ഉയർന്ന പദവികളോ ഭാഗ്യപരമായിട്ടുള്ള ശ്രേയസ്സിനും അതുമൂലം ശമ്പള വർധനവിനും എല്ലാം സാധ്യത കാണുന്നുണ്ട്. ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും അനുകൂല സമയമാണ്. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠന വിഷയങ്ങളിൽ വളരെ അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും സാധ്യത കാണുന്നുണ്ട്. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വിജയ സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ്. അതുകൊണ്ട് തൃക്കേട്ട നക്ഷത്രക്കാർ വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാന് വിശേഷാൽ വഴിപാടുകൾ ചെയ്യുന്നതും ഭഗവാന് മഞ്ഞപ്പട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും അഷ്ടോത്തര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നതും എല്ലാം വളരെ നല്ലതാണ്.